കൂരിരുൾ പാതയിൽ നീ നടന്നാൽ വെളിച്ചമായവൻ നിനക്ക് കൂട്ടിനു വരും. തൻകോലും വടിയും കൂടുന്നും ആശ്വാസമാ. കൂരിരുൾ പാതയിൽ നീ നടന്നാൽ വെളിച്ചമായവൻ നിനക്ക് കൂട്ടിനു വരും. തൻകോലും വടിയും കൂടുന്നും ആശ്വാസമാ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം ദാനവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം ദാനവർക്കെന്നുമേ. മരണമേ നിന്നോടെ ജയമെവിടെ. കുഞ്ഞാട്ടിന്നിണം കോട്ടാതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോയി. പാതാളമേ മരണമേ നിന്നോടെ ജയമെവിടെ. കുഞ്ഞാട്ടിന്നിണം കോട്ടാതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോയി. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം ദാനവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം ദാനവർക്കെന്നുമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും സുപരിചിതമായ വേദവാക്യമാണ് 1-ാം സങ്കീർത്തനം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ എത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ഇതിൽ ഒരു ചെറിയ ചിന്ത മാത്രം ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ജനം എങ്ങനെയായിരിക്കണം എന്ന് ഓർപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ഏദൻ തോട്ടത്തിൽ ദുഷ്ടൻ്റെ അല്ലെങ്കിൽ സാത്താൻ്റെ ആലോചനയിൽ വീണുപോയ ആദം ദമ്പതികളെ മുൻനിർത്തി ആണ് ഈ സങ്കീർത്തനത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന, അതായത് സാത്താൻ വളരെ തന്ത്രപൂർവം അവരെ വശീകരിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ ഒരു സന്ദേശമാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കൂടി കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, അപ്പം നടക്കരുത്, ദുഷ്ടൻ്റെ ആലോചനയിൽ നടക്കരുത്. പിന്നെ ആ നടന്ന് ക്ഷീണമുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാം? അവർ ചെന്നുപെടുന്നത് പാപികളുടെ വഴിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ദുഷ്ടൻ ആലോചന പറഞ്ഞു തരും. അതിൽ കൂടെ നടക്കുന്ന ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത് അവൻ പാപികളുടെ വഴിയിൽ നിൽക്കും. എന്തായാലും ദുഷ്ടൻ നല്ല ആലോചനയല്ലല്ലോ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് പാപം ചെയ്യുവാൻ കൊണ്ടുള്ള പ്രേരണയിലേക്ക് വഴി നടത്തും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ പാപികളുടെ വഴിയിൽ നിൽക്കും. ആ നിന്ന് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ കാല് കഴിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാം? അവൻ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കും.
എന്നാൽ യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടന്ന് ജീവിതത്തെ ഇല്ലായ്മ ചെയ്യാതെ യഹോവയുടെ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കുന്നെങ്കിൽ അവരാണ് ഭാഗ്യവാൻ എന്നാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരെക്കുറിച്ചാണ് പല ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ജനം യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാവും പകലും ധ്യാനിക്കുമ്പോൾ നടക്കേണ്ടുന്ന വഴികൾ, ചെയ്യേണ്ടുന്ന പ്രവൃത്തികൾ, പരിശുദ്ധാത്മാവ് സകലവും അത് നൽകി തന്ന് ജയത്തോട് വഴി നടത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഇതാണ് യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. അപ്പോൾ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടന്നാൽ അവൻ്റെ വഴി അവസാനം എന്താണെന്നറിയാം? നാശകരമാണ്. ആകയാൽ നീതിമാൻ്റെ വഴി എന്താണെന്നറിയാം? യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം. നീതിമാൻ്റെ വഴി എന്താണെന്ന് യഹോവ നല്ലവണ്ണം തിരിച്ചറിയുന്നുണ്ട്. അതായത് നിത്യതയിൽ ചെന്ന് ചേരുവാനുള്ള മുഖാന്തരം അവസരം ഒരുക്കിത്തരും, അതിന് യാതൊരു സംശയമില്ല. ഇന്ന് ഈ പ്രഭാത സമയത്ത് ദൈവത്തിൻ്റെ ഈ മാറ്റമില്ലാത്ത വചനം നമുക്കെല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് പോലെ. അത് ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടന്നു കഴിഞ്ഞാൽ അവൻ്റെ വഴി നാശകരമാണ്, അത് അന്ധകാരം നിറഞ്ഞതായിരിക്കും, അത് യാതൊരുവിധമായ രീതിയിലും അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണ സാധ്യമല്ലാതെ ഒരനുഭവത്തിലേക്ക് മാറ്റപ്പെടും. അതിനുവേണ്ടിയാണ് ദൈവം മുന്നമേ ഈ വചനം ഓർപ്പിച്ചിരിക്കുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ അത് ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ ഭാഗ്യപദവിയിൽ എത്തിച്ചേരുവാൻ തക്കണം സ്വർഗ്ഗസ്ഥനായ കർത്താവ് ഏവരുടെയും ജീവിതത്തെ സഹായിക്കട്ടെ. ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് ഈ ചിന്തയാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.